ക്രിസ്തു ജനിക്കുന്നതിന്റെ 6000 വർഷങ്ങൾക്ക് മുമ്പ് അറേബ്യൻ ഉപദ്വീപിലെത്തിയ കൻആനികൾ. അവരാണ് യെരുശലേമിലെ ആദിമ നിവാസികൾ എന്ന് പറയുന്നത്. കൻആനികൾ വന്ന് 4600 വർഷങ്ങൾ കഴിഞ്ഞാണ് ജൂതന്മാർ യെരുശലേമിലേക്ക് കുടിയേറുന്നത് എന്നത് വളരെ കൃത്യമായ ചരിത്ര വിവരണമാണ്. പിന്നീട് നമുക്കറിയാം, ആധുനികമായി സംഭവിച്ചതാണ് ബാൽഫറ പ്രഖ്യാപനം. ബാൽഫറ പ്രഖ്യാപനം ഉണ്ടാവുന്നത് 1918 നവംബർ 2-ന്. ബാൽഫറ പ്രഖ്യാപനം 1917 നവംബർ 2-ന് ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആർതർ ബാൽഫർ ജെയിംസ് സയനിസ്റ്റ് ലോബിയുടെ പിന്തുണ ലോകമഹായുദ്ധത്തിൽ നേടിയെടുക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ബാൽഫർ പ്രഖ്യാപനം നടത്തുന്നത്. അദ്ദേഹം ഒരു ജൂതനായതുകൊണ്ടല്ല. ആർതർ ബാൽഫർ ജെയിംസ് ജൂതനായിരുന്നില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം സെമറ്റിക് വിരുദ്ധനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ജൂത ലോബിയുടെ, സയനിസ്റ്റ് ലോബിയുടെ പിന്തുണ ആവശ്യമായിരുന്നു ലോകമഹായുദ്ധത്തിൽ. അതിന്റെ അടിസ്ഥാനത്തിൽ ഫലസ്തീൻ ഭൂമി ജൂതന്മാർക്ക് നൽകാം എന്ന് ബ്രിട്ടീഷുകാർ ജൂതന്മാരോട്, സയനിസ്റ്റ് നേതാക്കളോട് വാഗ്ദാനം ചെയ്യുന്ന ബാൽഫറ പ്രഖ്യാപനമുണ്ടായി. ആ ബാൽഫറ പ്രഖ്യാപനത്തിന്റെ സൃഷ്ടിയായിരുന്നു 948 പിറന്നു വീണ ജൂതരാഷ്ട്രം എന്ന് പറയുന്നത്. അന്നവിടെ 9 ലക്ഷം പലസ്തീനികൾ ഉണ്ടായിരുന്നു. ആ 9 ലക്ഷം പലസ്തീനികളിൽ നിന്ന് 7,20,000 പരം വരുന്ന പലസ്തീനികൾ ഈ ജൂതരാഷ്ട്ര പ്രഖ്യാപനത്തോടുകൂടി അവിടുന്ന് പലായനം ചെയ്യേണ്ടി വന്നു. ഫലസ്തീനി ചരിത്രത്തിൽ അത് നഖബ, ആ പലായനത്തെ അങ്ങനെയാണ് അവർ വിശേഷിപ്പിക്കുന്നത്. പിന്നീട് UN വ്യത്യസ്തമായ പ്രമേയങ്ങൾ ഉണ്ടായി. ഈ അധിനിവേശത്തിനെതിരെ, അധിനിവേശം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന് ജൂതന്മാർ ഫലസ്തീനിൽ കുടിയേറുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രമേയങ്ങൾ ഉണ്ടായി. 1973 യുദ്ധത്തിന് ശേഷം 242 പ്രമേയമുണ്ടായി. അറബ് ഇസ്രായേൽ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ ആഹ്വാനം ചെയ്യുന്നതായിരുന്നു അത്. എന്നാൽ UN ഐക്യരാഷ്ട്രസഭയുടെ ആ പ്രമേയത്തെ ചവറ്റുകൊട്ടയിലേക്ക് തള്ളുകയായിരുന്നു ഇസ്രായേൽ. അതിനു മുമ്പും പ്രമേയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയുടേതായി. പക്ഷേ എല്ലാ പ്രമേയങ്ങളെയും ഇസ്രായേൽ പുല്ലുവില നൽകാതെ, ഒരു പരിഗണനയും നൽകാതെ ചവറ്റുകൊട്ടയിലേക്ക് തള്ളുകയാണ് ഉണ്ടായത്. അങ്ങനെ ലോകരാഷ്ട്രങ്ങളുടെ കൂട്ടായ തീരുമാനത്തെ അംഗീകരിക്കാത്ത, ഐക്യരാഷ്ട്രസഭയുടെ പ്രഖ്യാപനങ്ങൾക്ക് യാതൊരു വിലയും നൽകാത്ത ഒരു പൈശാചിക രാഷ്ട്രം, അവരെ കേൾക്കാൻ ലോകം നിർബന്ധിതമാവുന്ന സാഹചര്യം, അവരെ കോശാന പാടാൻ, അവരുടെ വിധേയത്വം അംഗീകരിക്കാൻ ലോകം മുന്നോട്ട് വന്ന ഒരു സാഹചര്യം, തീർച്ചയായിട്ടും അവിടെ ചെറുത്തുനിൽപ്പും പ്രതിരോധവും ഒരനിവാര്യമായിട്ട് ഫലസ്തീനികൾക്ക് മാറുകയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നിപ്പോൾ ഈ ഒക്ടോബർ മാസം തുടക്കത്തിൽ ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ് നടത്തിയ പ്രതിരോധം, അതിന് ആക്രമണമെന്ന് ഞാൻ വിശേഷിപ്പിക്കില്ല, പ്രതിരോധം തന്നെയായിരുന്നു അത്. ആ പ്രതിരോധമാണ് എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം എന്ന രീതിയിലുള്ള സംസാരമാണ് ലോകത്ത് പലരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പശ്ചിമേഷ്യൻ പ്രശ്നം ആരംഭിക്കുന്നത് ഇക്കഴിഞ്ഞ ഒക്ടോബർ
ആദ്യവാരത്തോടു കൂടിയല്ല. ഒക്ടോബർ 7-നോ 8-നോ അല്ല പശ്ചിമേഷ്യൻ പ്രശ്നം ആരംഭിക്കുന്നത്. അതിന്റെ കൃത്യമായ ആധുനികമായിട്ടുള്ള പ്രശ്നത്തിന്റെ പിറവി നമ്മൾ പറഞ്ഞു 948-ലാണ്. പക്ഷേ ഈ ഒരു കാലഘട്ടം, ഈ യുദ്ധം തുടങ്ങുന്നതിന്റെ കാലഘട്ടം, ഒരുപക്ഷെ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഫലസ്തീൻ നമ്മുടെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് പോലെ നിറഞ്ഞു നിൽക്കുന്നില്ല എങ്കിൽ പോലും ഫലസ്തീൻ പക്ഷത്ത് രാഷ്ട്രീയമുള്ള മാധ്യമങ്ങളിൽ എപ്പോഴും ഫലസ്തീന്റെ യാതനകൾ തുറന്നു കാട്ടാൻ ഒരു പേജ് അവർ നൽകുന്നു എന്നുള്ളതാണ്. അത് യുദ്ധകാലത്ത് മാത്രമല്ല, അത്തരം പേജുകളിലൂടെ നിരന്തരമായി യുദ്ധം രൂക്ഷമാവാത്ത സാഹചര്യങ്ങളിലും ഫലസ്തീന്റെ യാതനകൾ നമ്മൾ വായിച്ചിരുന്നു എന്നുള്ളതാണ്. 2008 മുതൽ ഈ പുതിയ യുദ്ധ സാഹചര്യങ്ങൾ ആരംഭിക്കുന്നത് വരെ 6407 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. 2023 സംഘർഷഭരിതമായ സാഹചര്യം ആരംഭിക്കുന്നത് വരെ 2008 മുതൽ തന്നെ കണക്കെടുക്കുകയാണെങ്കിൽ 6407 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തെല്ലാം ക്രൂരതകളാണ്! ഒരു സംഘർഷവുമില്ലാത്ത കാലത്തും വിനോദത്തിനെന്ന പോലെ ഫലസ്തീനികളെ പിടിച്ചുകൊണ്ടുപോയി കസ്റ്റഡിയിൽ വെച്ച് മരുന്ന് പരീക്ഷണം നടത്തുന്ന പൈശാചികമായിട്ടുള്ള രാഷ്ട്രമാണ് ഇസ്രായേൽ. ഇന്നിപ്പോ കുട്ടികളെ ഇസ്രായേൽ മോചിപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആരാണ് ഈ കുട്ടികൾ? എപ്പോഴാണ് അവരെ ഇസ്രായേൽ അറസ്റ്റ് ചെയ്തത്? ഒരു കാരണവുമില്ലാതെ ചെറിയ കുട്ടികൾ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു കല്ലെടുക്കുന്നത് കണ്ടാൽ ആ കുട്ടിയെ പിടിച്ചുകൊണ്ടുപോയി അറസ്റ്റ് ചെയ്യുകയാണ്. ഇനി ഒരു പ്രശ്നവും ഉണ്ടാക്കാത്ത മക്കളെ പോലും പ്രശ്നക്കാരെന്ന് വരുത്തി തീർത്തുകൊണ്ട് ജയിലറകളിൽ കൊണ്ടുപോയിട്ട് നിരന്തരമായിട്ട് പീഡിപ്പിക്കുകയും അവരിൽ മരുന്ന് പരീക്ഷണം നടത്തുകയും അന്യായമായ കസ്റ്റഡിയിൽ വെച്ചുള്ള മരണം, ഇതൊക്കെ ലോകത്ത് മിക്ക രാഷ്ട്രങ്ങളിലും അത് നിയമവിരുദ്ധമായ കാര്യമാണ്. പക്ഷെ ഇസ്രായേലിൽ അതൊരു പ്രശ്നമേ അല്ല എന്നുള്ളതാണ്. ഇസ്രായേൽ ജയിലിലെ ഫലസ്തീനികൾക്ക്, ഫലസ്തീൻ കുഞ്ഞുങ്ങൾക്ക് ഇത്തരം അവകാശങ്ങളൊന്നുമില്ല. അവരെ എത്രയും കാലം അന്യായമായി കസ്റ്റഡിയിൽ വെക്കാം. കസ്റ്റഡിയിൽ വെച്ചവർക്ക് എന്തൊക്കെ പീഡനങ്ങളും അനുഭവിക്കാം എന്നുള്ള ഒരവസ്ഥാവിശേഷമാണ് നിലനിന്നിരുന്നത്. ഈ യുദ്ധത്തിന്റെ മുമ്പ് തന്നെ ഉള്ള അവസ്ഥയാണ്. മഹാനാസികൽ ഹുസൈനി എന്ന് പറയുന്ന ഫലസ്തീനിയൻ എഴുത്തുകാരി പറയാൻ, ഈ വർഷത്തിന്റെ ആദ്യ പാതിയിൽ മാത്രം 1148 തവണയാണ് അധിനിവിഷ്ട ഭൂമിയിലെ അനധികൃത താമസക്കാർ ഫലസ്തീനികളെ ആക്രമിച്ചത്. 1148 തവണ വ്യത്യസ്തങ്ങളായിട്ടുള്ള സമയങ്ങളിൽ ചെറുതും വലുതുമായ രീതിയിൽ ചിലതൊക്കെ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. ചിലതൊക്കെ മാധ്യമങ്ങളിൽ വളരെ സൈഡ് ലൈനായിട്ട് പേജിന്റെ വക്കത്തും മൂലയിലും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള 1148 ആക്രമണങ്ങൾ ഫലസ്തീനികൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ മാത്രം 2023 ആദ്യത്തെ 9 മാസങ്ങളിൽ ഇസ്രായേൽ ചുരുങ്ങിയത് 230 ഫലസ്തീനികളെ കൊന്നിട്ടുണ്ട്. ഈ 2023 ആദ്യത്തെ 9 മാസങ്ങളിൽ ചുരുങ്ങിയത് 230 ഫലസ്തീനികളെ കൊന്നിട്ടുണ്ട്. ഇതെല്ലാം അവിടെ അന്യായമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഫലസ്തീനിയൻ മനുഷ്യാവകാശ പ്രവർത്തകയും മാധ്യമ പ്രവർത്തകയുമായ മഹാനാസികൽ ഹുസൈനി വിശദീകരിക്കുകയാണ്. അങ്ങനെ ചോദിക്കാനും പറയാനും ആരുമില്ലാതെ ഈ ഫലസ്തീൻ എന്ന് പറയുന്ന ഇഷ്യൂ ലോകത്തിന്റെ മുമ്പിൽ ഒരു പ്രശ്നം പോലുമല്ലാതായി എല്ലാവരും ഇസ്രായേലിനെ മനസാവാച കർമ്മണ അംഗീകരിച്ചുകൊണ്ട് ഇസ്രായേൽ രാഷ്ട്രവുമായി എല്ലാ അർത്ഥത്തിലും സന്ധി ചെയ്തുകൊണ്ട് അറബ് രാഷ്ട്രങ്ങളടക്കം പരസ്യവും രഹസ്യവുമായിട്ടുള്ള കരാറുകളുമായിട്ട് മുന്നോട്ട് പോകുമ്പോ യഥാർത്ഥത്തിൽ കാതലുള്ള വിഷയമാണ് ഫലസ്തീൻ വിഷയം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഫലസ്തീൻ വിഷയം ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം. അവരഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങൾ നിരന്തരമായിട്ട് ആ ജനത, അവരുടെ കുഞ്ഞുമക്കൾ
അവരുടെ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങൾ, കസ്റ്റഡികൾ, കസ്റ്റഡി മരണങ്ങൾ, കസ്റ്റഡിയിൽ വെച്ചുള്ള നിരന്തരമായ പീഡനങ്ങൾ, തുടരെയുള്ള ആക്രമണങ്ങൾ, ഇതെല്ലാം ലോക ശ്രദ്ധയിൽ കൊണ്ടുവരണം എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ആക്രമണങ്ങൾക്കെതിരെ നടത്തിയ പ്രതിരോധമായിരുന്നു കഴിഞ്ഞ ഒക്ടോബർ മാസത്തിന്റെ ആദ്യത്തെ വാരത്തിൽ ഉണ്ടായത്. അതല്ലാതെ അതൊരാക്രമണം കൊണ്ട് തുടങ്ങുകയായിരുന്നില്ല. അതാണ് ഞാൻ ആമുഖമായിട്ട് ഇത്രയും വിശദീകരിച്ചത് സഹോദരങ്ങളെ. പക്ഷേ ആ പ്രതിരോധത്തെ ആക്രമണമായി ചിത്രീകരിക്കാനുള്ള പരിശ്രമങ്ങളാണ് ലോകമാധ്യമങ്ങളും അതുപോലെ തന്നെ പാശ്ചാത്യൻ മീഡിയകളും, മാത്രമല്ല നമ്മുടെ നാട്ടിലെ മീഡിയകൾ അടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് നാം ചോംസ്കിയുടെ ചോദ്യം പ്രസക്തമാകുന്നത്. അദ്ദേഹം പറയാണ്, നിങ്ങൾ എൻ്റെ വെള്ളം കവർന്നെടുത്തു, നിങ്ങൾ എൻ്റെ ഒലിവ് മരങ്ങൾ ചാമ്പലാക്കുന്നു, നിങ്ങൾ എൻ്റെ വീട് നശിപ്പിക്കുന്നു, നിങ്ങൾ എൻ്റെ പിതാവിനെ തടവിലാക്കുന്നു, നിങ്ങൾ എൻ്റെ അമ്മയെ കൊല്ലുന്നു, നിങ്ങൾ എൻ്റെ നാട് ബോംബിട്ട് തകർക്കുന്നു, നിങ്ങൾ ഞങ്ങളെ പട്ടിണിക്കിട്ട് അപമാനിക്കുന്നു. പക്ഷേ പ്രശ്നം എന്റേതാണ്, കാരണം ഞാൻ അങ്ങോട്ടൊരു റോക്കറ്റ് തൊടുത്തുവിട്ടു. നിങ്ങൾ എൻ്റെ അമ്മയെ കൊന്നപ്പോ, നിങ്ങൾ എൻ്റെ പിതാവിനെ ഇല്ലാതാക്കിയപ്പോ, ഞങ്ങളുടെ ഒലിവ് മരങ്ങളെ കത്തിച്ചാമ്പലാക്കിയപ്പോ, നിങ്ങൾ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ചോദ്യം ചെയ്യപ്പെട്ടപ്പോ ഞങ്ങൾ ആക്രമിക്കപ്പെടുന്നു എന്നാരും പറഞ്ഞില്ല. പക്ഷേ നിരന്തരമായിട്ടുള്ള ആ ആക്രമണങ്ങൾക്കുള്ള പ്രതിരോധമായി ഒരു റോക്കറ്റ് ഞങ്ങൾ അങ്ങോട്ടയച്ചാൽ, ഞങ്ങൾ പ്രതിരോധം തീർത്താൽ ഉടൻ നിങ്ങൾ ഞങ്ങളെ വിളിക്കും ആക്രമണകാരികൾ. അതാണ് ഫലസ്തീനികൾ. മനുഷ്യത്വമില്ലാത്ത ഇസ്രായേലിന്റെ കൂടെ ലോകം നിൽക്കുന്നു എന്നുള്ളതാണ് ഈ പ്രശ്നത്തിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്ന് പറയുന്നത്. ആ മനുഷ്യത്വമില്ലായ്മയുടെ കൂടെ നമ്മുടെ കേന്ദ്ര സർക്കാർ അടക്കം നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം വേദനിപ്പിക്കുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ രാജ്യത്തിന്റെ നിലപാടല്ല. കേന്ദ്ര സർക്കാർ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പാരമ്പര്യത്തിനെതിരായ നിലപാടാണ്. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി പറഞ്ഞു, ഇംഗ്ലീഷുകാർക്ക് ബ്രിട്ടൻ എങ്ങനെയാണോ, ഫ്രഞ്ചുകാർക്ക് ഫ്രാൻസ് എങ്ങനെയാണോ, ഇന്ത്യക്കാർക്ക് ഇന്ത്യ എങ്ങനെയാണോ, അതുപോലെയാണ് ഫലസ്തീനികൾക്ക് ഫലസ്തീൻ എന്ന് പറയുന്നത്. ജൂതന്മാരെ, സയനിസ്റ്റുകൾ, ചില ഏജന്റുമാരെ ഗാന്ധിജിയുടെ അടുക്കലേക്ക് അയച്ചുകൊണ്ട് ഗാന്ധിജിയെ വശത്തിലാക്കാൻ നോക്കുന്നുണ്ട്. ഇസ്രയേലിന് അനുകൂല നിലപാടുള്ള ആളാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ദീർഘമായിട്ട് ജൂതലോബി ഗാന്ധിജിയുമായിട്ട് സംസാരിച്ചപ്പോഴും അവസാനമായി ഗാന്ധിജി പറഞ്ഞു, എന്റെ നിലപാട് പഴയ നിലപാട് തന്നെയാണ്. ഞാൻ ഫലസ്തീനൊപ്പമാണ്. നമ്മളും, അഥവാ അന്നത്തെ ഇന്ത്യ, സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന്റെ മുമ്പുള്ള ഇന്ത്യ, 947 മുമ്പുള്ള ഇന്ത്യ, അദ്ദേഹം പറയാണ്, നമ്മളും ഫലസ്തീൻ മക്കളും തുല്യമായ വേദന അനുഭവിക്കുന്നവരാണ്. അതാണ് ഗാന്ധിജിയുടെ നിലപാട്. ഗാന്ധിജിയുടെ നിലപാട് തിരുത്താൻ പലരും ശ്രമിച്ചിട്ടും ഗാന്ധിജി അത് തിരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്തിനേറെ ഒരു ഘട്ടത്തിൽ ഫലസ്തീൻ കമാൻഡറായിരുന്ന ഒരു പ്രസിദ്ധനായിട്ടുള്ള ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നു. ഫലസ്തീൻ സൈനിക മേധാവിയായിരുന്ന പ്രസിദ്ധനായ ഒരു വ്യക്തിത്വം. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇസ്രയേൽ കമാൻഡറായിരുന്ന പ്രസിദ്ധനായ ഒരു വ്യക്തിത്വം. അദ്ദേഹം പറഞ്ഞത്, നമ്മളെങ്ങനെ ഫലസ്തീനികളെ കുറ്റപ്പെടുത്തും? കാരണം ഈ ഫലസ്തീൻ എന്ന് പറയും, നമ്മളിപ്പോൾ ബിൽഡിംഗ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, വീടുകൾ പണിതുകൊണ്ടിരിക്കുന്ന ഈ ഭൂമി എന്ന് പറയുന്നത് അവരുടെ കാക്കകാരണവന്മാർ, ഫലസ്തീനികളുടെ ഉപ്പൂപ്പന്മാർ അവരാടുമേച്ച് നടന്നിരുന്ന ഭൂമിയാണ്. അവരാടുമേച്ച് നടന്നിരുന്ന ഭൂമിയിലാണ് നമ്മളിപ്പോൾ വീട് പണിതുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഇതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഗാന്ധിജി പറഞ്ഞു, ചില ആളുകളൊക്കെ ഗാന്ധിജിയെ പറ്റി പറഞ്ഞു, അതായത് ഗാന്ധിജി മുസ്ലിം പ്രീണനമാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത്, അതുകൊണ്ടാണ് അദ്ദേഹം ഫലസ്തീന്റെ കൂടെ നിൽക്കുന്നത്. ഗാന്ധിജി പറഞ്ഞു, എനിക്ക് മുസ്ലിം പ്രീണനത്തിന്റെ യാതൊരു ആവശ്യവുമില്ല.
മുസ്ലിങ്ങളോടുള്ള എൻ്റെ സ്നേഹവും ഗുണകാംക്ഷയും അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ അങ്ങനെ ഏതെങ്കിലും പക്ഷപാതപരമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കുകയല്ല. എൻ്റെ നിലപാട് ശരിയാണ്, സത്യമാണ്. ഞാൻ സത്യത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ശരിയായ നിലപാട് ഫലസ്തീന്റെ കൂടെ നിൽക്കുക എന്നതായത് കൊണ്ടാണ് ഞാൻ ഫലസ്തീന്റെ കൂടെ നിൽക്കുന്നതെന്ന് ഗാന്ധിജി പറയാൻ. ഗാന്ധിജി മാത്രമല്ല, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മാത്രമല്ല, 1977 പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് മാറിയ നമുക്കൊക്കെ അറിയാവുന്നത് പോലെ അടൽ ബിഹാരി വാജ്പേയി, അദ്ദേഹം പോലും ഒരു ഘട്ടത്തിൽ ഇസ്രയേൽ അധിനിവേശ ഭൂമി വിടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 1977 അദ്ദേഹം പ്രധാനമന്ത്രിയാവുന്നതിന്റെ എത്രയോ മുമ്പ് 1977 അടൽ ബിഹാരി വാജ്പേയി നടത്തിയ പ്രസംഗം നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിരുന്നു. എന്താണ് ആ പ്രസംഗത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്? ഇസ്രയേൽ അധിനിവേശ ഭൂമി വിടണം എന്നാണ് പറഞ്ഞത്. സഹോദരങ്ങളെ, ദൗർഭാഗ്യവശാൽ ചില നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ കേന്ദ്ര സർക്കാർ ആ ശരിയായ നീതിയിൽ അധിഷ്ഠിതമായ നിലപാടിൽ നിന്ന് പിറകോട്ട് പോകുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. ഫലസ്തീനികളെ കൊന്നു തള്ളുകയാണ് ഇസ്രയേൽ. ഈ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന്റെ മുമ്പ് തന്നെ 15,000-ൽ പരം വരുന്ന കുഞ്ഞുങ്ങളടക്കം നിരപരാധികളായ സ്ത്രീകളടക്കം വരുന്ന ആളുകളെയാണ് ഇസ്രയേൽ അതിദാരുണമായ രീതിയിൽ കൊന്നുകളഞ്ഞത്. സഹോദരങ്ങളെ, നിരപരാധികൾ, പാവപ്പെട്ടവർ, കുഞ്ഞുങ്ങൾ, ഇവരെയൊക്കെ കൊല്ലാൻ എന്ത് ന്യായമാണുള്ളത്? യുദ്ധഘട്ടത്തിൽ പോലും പാലിക്കേണ്ടുന്ന നിയമങ്ങളുണ്ട്. നമുക്കറിയാം, 1949 നടന്ന ജനീവ കൺവെൻഷനിൽ അംഗീകരിച്ച കരാർ എങ്ങനെയാണ് യുദ്ധസമയത്ത് സാധാരണക്കാരോടും മുറിവേറ്റവരോടും തടവുകാരോടും പെരുമാറേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. മാനുഷികമായിട്ട് പെരുമാറണം. സാധാരണക്കാരോട്, തടവുകാരോട്, മുറിവേറ്റവരോട്, കുഞ്ഞുങ്ങളോട്, സ്ത്രീകളോട്. അവരൊന്നും യുദ്ധത്തിന്റെ ഭാഗമല്ല. യുദ്ധത്തിന്റെ ഹാനികൾ അവരനുഭവിക്കാൻ പാടില്ല. മാനുഷികമായിട്ട് അവരോട് പെരുമാറണം എന്ന് പറഞ്ഞെങ്കിലും നിരന്തരമായ ആക്രമണങ്ങളിൽ ഇപ്പോഴും ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു 4 ദിവസം കഴിഞ്ഞാൽ പുനരാരംഭിക്കുമെന്ന്. പക്ഷേ ലോകരാഷ്ട്രങ്ങളുടെ ശക്തമായ സമ്മർദ്ദം ഈ അനീതിക്കെതിരെ, ഈ പൈശാചികതക്കെതിരെ ഉണ്ടാവുകയും ഇസ്രായേൽ എന്നേക്കുമായിട്ട് ഈ അവരുടെ ആക്രമണ മനോഭാവം അവസാനിപ്പിക്കുകയും ചെയ്യേണ്ടി വരുമെന്നാണ് നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ പ്രതീക്ഷയും എന്ന് പറയുന്നത്. ആശുപത്രികളും സ്കൂളുകളും അഭയാർത്ഥി ക്യാമ്പുകളുമൊന്നും ഇത്തിരി മനുഷ്യത്വമുള്ള ആരും ആക്രമിക്കുകയില്ല. അത് ജനീവ കരാറിനെതിരാണെന്ന് മാത്രമല്ല, അത് മനുഷ്യത്വത്തിനെതിരാണ്, അത് പൈശാചികതയാണ്. പറയുന്നവരെന്താണ്? അവര് ഇസ്രയേൽ മക്കളാണെന്നാണല്ലോ അവര് പറയുന്നത്, ഈ ആക്രമണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ. പക്ഷേ അവർ ഇസ്രയേൽ മക്കളാണെങ്കിൽ ചരിത്രത്തിൽ അവർ അഭിമുഖീകരിച്ചിട്ടുള്ള ക്രൂരമായ പീഡനങ്ങൾ അവരോർക്കണം. ഇന്ന ഫിർഔന അലാ ഫിൽ അർദ് വജഅല അഗ്ലഹാ ശിയഅൻ യസ്തളഇഫു ത്വായിഫതൻ മിൻഹും യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹീ നിസാഅഹും ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ. ഏകാധിപതിയായ ഫറോവ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആക്രമണം നടത്തുകയാണ്. തന്റെ ജനതയെ വിവിധ ഗ്രൂപ്പുകളാക്കി ഭിന്നിപ്പിച്ചുകൊണ്ട് ആൺമക്കൾ അറുകൊല ചെയ്ത് പെൺമക്കളെ ജീവിക്കാൻ അനുവദിച്ചുകൊണ്ട് ക്രൂരമായ ഭീകരമായ താണ്ഡവം കാഴ്ചവെച്ചു ഫറോവ. ആ ഫറോവയുടെ പതനം നമ്മൾ വിശുദ്ധ ഖുർആനിൽ വായിക്കുന്നുണ്ട്. ആ ഫറോവ മർദ്ദിതരും പീഡിതരുമായ ആ ജനതയെ ഇനിയും നിരന്തരമായിട്ട് മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തപ്പോ ചരിത്രത്തിൽ എന്താ സംഭവിച്ചത്? ആ ഫറവോനെ ചെങ്കടലിൽ ദൈവം തമ്പുരാൻ മുക്കിക്കൊന്നു. തീർച്ചയായിട്ടും നമ്മൾ പറയുന്നു, ഈ ക്രൂരത, ഈ പൈശാചികത ദൈവം തമ്പുരാൻ കാണുന്നില്ലെന്ന് ഒരിക്കലും തന്നെ ഇസ്രയേൽ ധരിക്കരുത്. ഇസ്രയേലിന്റെ ഒരു കാലത്തെ എതിരാളിയും വിരോധിയുമായിരുന്ന ഫറോവയെ എപ്രകാരമാണ് ദൈവം തമ്പുരാൻ ചെങ്കടലിൽ മുക്കിക്കൊന്നതെങ്കിൽ അതിനേക്കാൾ ദയനീയമായ ഭയാനകമായിട്ടുള്ള ശിക്ഷയിലേക്കാണ് ഇസ്രയേൽ തൂത്തെറിയപ്പെടാൻ പോകുന്നത്.
സഹോദരങ്ങളെ, ആ ഒരു അവസ്ഥയിലേക്ക് ജഗന്നിയന്താവായ അല്ലാഹു തആല ലോക സാഹചര്യത്തെ മാറ്റുമാറാവട്ടെ. ഈ ആക്രമണത്തിന് ധൈര്യം പകരുന്ന നീക്കങ്ങളാണ് വളരെ ദൗർഭാഗ്യകരം എന്ന് പറയണം. അമേരിക്കയുടെയും അതുപോലെ തന്നെ വൻശക്തികളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതുകൊണ്ടാണ് ഇത്രയും കാലം അത് നീണ്ടു നിന്നത്. പിന്നീട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അമേരിക്ക മാറി ചിന്തിക്കുമോ എന്ന് അറിഞ്ഞുകൂടാ. ആയിരക്കണക്കിന് ആളുകൾ മരിച്ച അൽ അഖ്ലി ആശുപത്രിയിൽ ആക്രമണം കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം ബെഞ്ചമിൻ നെതന്യാഹുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ജോ ബൈഡൻ എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത് ഇത് നിങ്ങളല്ല, അവര് തന്നെയാണ് ചെയ്തത് എന്നാണ്. യാതൊരു തെളിവുമില്ലാതെ ഇത് ചെയ്തത് ഫലസ്തീനികൾ തന്നെയാണെന്ന് കള്ളം പറയുകയായിരുന്നു. നിരുത്തരവാദപരമായ പ്രസ്താവന നടത്തുകയായിരുന്നു. ആര്? അമേരിക്കയുടെ പ്രസിഡന്റ്. അമേരിക്ക മാത്രമല്ല, ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങളും പെടഞ്ഞു മരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്തെങ്കിലും ഇസ്രയേലിനെ യുദ്ധത്തിൽ നിന്ന് പിന്മാറ്റണമെന്നുള്ള ശക്തമായ ആവശ്യം യൂനിസെഫിന്റെ ഭാഗത്ത് നിന്നുണ്ടായെങ്കിലും ജർമ്മനിയും അതിന് യാതൊരു അർത്ഥത്തിലുള്ള താല്പര്യവും പ്രകടിപ്പിക്കാത്തത് കൊണ്ടാണ് 15,000-ൽ പരം വരുന്ന ആളുകൾ കുഞ്ഞുങ്ങളടക്കം മരിക്കേണ്ടി വന്നത്. ഫലസ്തീനികൾക്കെതിരെ വലിയ നുണപ്രചരണങ്ങൾ നടന്നു. ഈ അൽ അഖ്ലി ആശുപത്രി ആക്രമിച്ചത് ആരാണ്? യാതൊരു ന്യായവുമില്ല. പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? അൽ ഷിഫ ഹോസ്പിറ്റലിലും അൽ അഖ്ലി ഹോസ്പിറ്റൽ അതുപോലെയുള്ള ആശുപത്രികൾ ആക്രമിച്ചുകൊണ്ട് അതിന്റെ അടിയിൽ തുരങ്കങ്ങൾ ഉണ്ടാക്കി ഹമാസിന്റെ പോരാളികൾ ഒളിച്ചിരിക്കുന്നു എന്ന് കള്ളം പറഞ്ഞ് ഇപ്പറയുന്ന സ്ഥാപനങ്ങളെയെല്ലാം തച്ചു തകർത്തു. എന്നിട്ട് ഹമാസ് പോരാളികളെ പിടികൂടാൻ സാധിച്ചോ? ഇല്ല. കള്ളപ്രചരണം മാത്രമായിരുന്നു നടന്നത്. പക്ഷേ അത്തരം പ്രചരണങ്ങളെ വിഴുങ്ങാൻ നമ്മുടെ നാട്ടിലുള്ള ചില മാധ്യമങ്ങൾ അടക്കം മുന്നോട്ട് വന്നു എന്നത് ദൗർഭാഗ്യകരമായ സാഹചര്യമാണ്. എന്താവശ്യമാണ് സഹോദരങ്ങളെ ഈ ഇസ്രയേൽ എന്ന് പറയുന്ന പിശാചിനെ ന്യായീകരിക്കാൻ നമുക്കുള്ളത്, നമ്മുടെ രാജ്യത്തിനുള്ളത്, നമ്മുടെ മാധ്യമങ്ങൾക്കുള്ളത്? എന്താണ് ഇസ്രയേലിന്റെ ചരിത്രം എന്ന് പറയുന്നത്? ഇസ്രയേൽ എന്നെങ്കിലും മനുഷ്യത്വപരമായിട്ട് പെരുമാറിയിട്ടുണ്ടോ? നിരന്തരമായ പൈശാചികതയുടെ ചരിത്രമല്ലേ ഇസ്രയേലിനുള്ളത്? 948 ഏപ്രിൽ മാസത്തിൽ ഫലസ്തീൻ ഗ്രാമമായ ദരയാസിനിൽ കടന്നു ചെന്നുകൊണ്ട് 130 ഗ്രാമീണരെ കൊന്നുകളഞ്ഞു. യാതൊരു ന്യായവുമില്ലായിരുന്നു. 982 ലബനാനിലെ സബറേഷത്തീലയിൽ കടന്നു ചെന്നു 3500 ഫലസ്തീൻ അഭയാർത്ഥികളെയും ഒരു കാരണവുമില്ലാതെ ഇസ്രയേൽ ക്രൂരമായി കൊന്നുകളഞ്ഞു. 982-ലും 948-ലും ദരയാസീനിലും സബറേഷത്തീലയിലും ഇസ്രായേൽ ആക്രമിക്കുമ്പോൾ ഹമാസ് ഉണ്ടായിരുന്നു. ഹമാസാണ് എല്ലാ പ്രശ്നത്തിനും കാരണം എന്ന് പറയുന്നവർ 980-കളുടെ അവസാനത്തിൽ മാത്രം രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനം ഇല്ലാത്ത ഒരു കാലത്ത് പൈശാചികമായി ഫലസ്തീൻ മക്കളോട് പെരുമാറിയവരാണ് ഇസ്രയേൽ എന്ന് പറയുന്നത്. 948-ൽ ഇസ്രയേൽ സ്ഥാപിതമായപ്പോൾ പലായനം ചെയ്യേണ്ടി വന്ന പാവപ്പെട്ട അഭയാർത്ഥികളായിരുന്നു സബറേഷത്തീലയിൽ ഉണ്ടായിരുന്നത്. ഈ സബറേഷത്തീലയിലും ദരയാസീനിലും ഒക്കെ കൂട്ടക്കൊല നടത്തിയ ആളുകൾ, ഈ കൂട്ടക്കൊലക്ക് നേതൃത്വം കൊടുത്തവർ ഇസ്രയേൽ രാഷ്ട്രീയത്തിൽ വലിയ പദവികളിലേക്ക് വന്നു എന്നുള്ളതാണ്. പൈശാചികത ചെയ്ത ആളുകൾ ഇസ്രയേൽ രാഷ്ട്രീയത്തിൽ പിന്നീട് വലിയ പദവിയിലേക്ക് വന്നു എന്ന് വരുമ്പോ ആ ജനതയുടെ മനോഗതി എത്രത്തോളം മോശമാണ്. സബറേഷത്തീലയിൽ കൂട്ടക്കൊലക്ക് ഉത്തരവിട്ട ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഏരിയൽ ഷരോൺ 2001 ഇസ്രയേലിന്റെ 11ാമത്തെ പ്രധാനമന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതാണ്. ഈ കൂട്ടക്കൊലയ്ക്ക്, ഈ അരുങ്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത അന്നത്തെ ഇസ്രയേലിന്റെ പ്രതിരോധ മന്ത്രി ഈ അരുങ്കൊലയെ മാത്രം മുൻനിർത്തി, അതല്ലാതെ അദ്ദേഹത്തിന്റെ നന്മയായിട്ട് മറ്റൊന്നും പറയാനില്ല. ഈ അരുങ്കൊലയെ മാത്രം മുൻനിർത്തി അദ്ദേഹത്തിന് ഇസ്രയേലിന്റെ പ്രതിരോധ മന്ത്രിക്ക് പ്രധാനമന്ത്രി പദവിയിലേക്ക് ഉയരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ജനതയുടെ മനോഗതി എത്രമാത്രം മലീമസമാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതാണ്. ഇസ്രയേലിന്റെ ചരിത്രം ഇതാണെങ്കിൽ ആ ചരിത്രമാണ് വർത്തമാനകാലത്ത് ഇസ്രയേൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അൽ അഖ്ലി ആശുപത്രിയിൽ ഇസ്രയേൽ ബോംബിട്ട് തകർത്തപ്പോ പറഞ്ഞത് ഇസ്ലാമിക് ജിഹാദ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്, അവരാണത് ചെയ്തത്.
അവരുടെ ബോംബ് ഉന്നം തെറ്റി വന്നതാണ്. അങ്ങനെ പറഞ്ഞു. ഒരാക്രമത്തെ കുറിച്ചല്ല, പല ആക്രമണങ്ങളെ കുറിച്ചും ഏതാനും ചില മീഡിയകൾ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ, അൽ ജസീറ പോലുള്ള മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ അവലംബിക്കുന്നവരുടെ മീഡിയകൾ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ലോകമാധ്യമങ്ങൾ നിരന്തരമായിട്ട് കള്ളം പ്രചരിപ്പിക്കുകയായിരുന്നു. ഇസ്രയേലിന്റെ ക്രൂരതകളെ വെളുപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ ഇസ്രയേലിന്റെ ക്രൂരതകളെ എത്ര വെളുപ്പിക്കാൻ ശ്രമിച്ചാലും അത് വെളുക്കില്ല എന്നുള്ളതാണ്. നമ്മൾ പറയാറുണ്ടല്ലോ, കാക്ക കുളിച്ചാൽ കൊക്കാകില്ല. കാരണം ഫലസ്തീൻ മണ്ണെന്ന് പറയുന്നത് അത് മുസ്ലിങ്ങൾ മാത്രം ജീവിക്കുന്ന മണ്ണല്ല. ശരിയാണ്, അവിടെ മുസ്ലിങ്ങൾ, അറബികൾ കൂടുതലായിട്ടുണ്ട്. പക്ഷേ അവിടെ മുസ്ലിങ്ങൾ മാത്രമല്ല, അവിടെ അറബി ഭാഷ സംസാരിക്കുന്ന ക്രൈസ്തവ സഹോദരങ്ങളുണ്ട്. ആ ക്രൈസ്തവ സഹോദരങ്ങളുടെ ദേവാലയങ്ങൾ അടക്കം യാതൊരു ദയ്യം ദാക്ഷിണ്യവുമില്ലാതെ ഇസ്രയേൽ ആക്രമിക്കുകയാണ്, ഇല്ലാതാക്കുകയാണ്. 2000 കൊല്ലം പഴക്കമുള്ള ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ച് ഇസ്രായേൽ ബോംബിട്ട് തകർത്തു. 100 കണക്കിന് ആളുകൾ അവർക്ക് പരിക്ക് പറ്റുകയും എത്രയോ ആളുകൾ ക്രൈസ്തവ സഹോദരങ്ങളാണ് മരിച്ചുപോയവർ. പക്ഷേ കള്ളവാർത്തകൾ നിർമ്മിക്കുന്നവരുടെ ലക്ഷ്യം ഫലസ്തീൻ വിരുദ്ധതയിലൂടെ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഒരു ഇസ്ലാമോഫോബിയുണ്ട്, ഒരു അറബ് വിരുദ്ധതയുണ്ട്. ആ ഇസ്ലാമോഫോബിയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് കള്ളപ്രചരണങ്ങൾ നടത്തുന്ന മാധ്യമങ്ങളുടെ ലക്ഷ്യം. പിന്നെ ജോ ബൈഡൻ എവിടെ വെച്ചാ ഇത് പറഞ്ഞത്? അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റാണ്, കേവലം ഒരു മാധ്യമ മേധാവിയല്ല. അദ്ദേഹം അത് വൈറ്റ് ഹൗസിന്റെ ഉള്ളിൽ വെച്ചാണ് അത് പറഞ്ഞത്. വൈറ്റ് ഹൗസ് തന്നെ പിന്നെ അത് തിരുത്തി. വൈറ്റ് ഹൗസിന്റെ ഉള്ളിൽ വെച്ച് ഞാൻ കുഞ്ഞുങ്ങൾ ആക്രമിക്കുന്നത് കണ്ടു. കുഞ്ഞുങ്ങളുടെ 40 കുഞ്ഞുങ്ങളുടെ തല ഹമാസ് വെട്ടുന്നത് ഞാൻ കണ്ടു. എവിടെ വീഡിയോ? എവിടെ നിന്ന് കണ്ടു? കാണാത്ത ഒരു പിക്ചർ വീഡിയോ കണ്ടു എന്ന് പറയാൻ അമേരിക്കയുടെ പ്രസിഡന്റ് പറയാൻ. പ്രസിഡന്റ് അങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടില്ലെന്നോ പിന്നീട് സ്ഥിരീകരണം വന്നു. ആര് സ്ഥിരീകരിച്ചു? വൈറ്റ് ഹൗസ് തന്നെ സ്ഥിരീകരിച്ചു. പക്ഷേ പിന്നീടുള്ള സ്ഥിരീകരണം അത് പ്രചരിച്ചോ ലോകത്ത്? കള്ളപ്രചരണങ്ങൾ ലോകത്തുണ്ടായി. ആ കള്ളപ്രചരണങ്ങളുടെ തിക്തഫലം ലോകം അനുഭവിച്ചു എന്നുള്ളതാണ്. അത് അമേരിക്ക അനുഭവിച്ചു. നമ്മൾ കണ്ടു, നമ്മൾ വായിച്ചു. അമേരിക്കയിൽ 71 വയസ്സുള്ള ഒരു കിഴവൻ ഫലസ്തീനി ബാലനെ കുത്തിക്കൊന്നു. എന്ത് പറഞ്ഞിട്ടാ കുത്തിയത്? നിങ്ങൾ മുസ്ലിങ്ങളെ വധിക്കണം, നിങ്ങൾ മുസ്ലിങ്ങൾ ജീവിച്ചിരിക്കേണ്ടുന്നവരല്ല, നിങ്ങൾ മുസ്ലിങ്ങളെ വധിക്കണം എന്ന് ആക്രോശിച്ചാണ്. നിങ്ങൾ അറബികളെ കൊല്ലപ്പെടേണ്ടുന്നവരാണ്. നിങ്ങൾ അറബികൾ, നിങ്ങൾ കൊലക്കത്തിക്കിരയാവേണ്ടുന്നവരാണെന്ന് 26 തവണ ആക്രോശിച്ചുകൊണ്ടാണ് ആ 71 വയസ്സുള്ള വൃദ്ധൻ ആ ഫലസ്തീനി ബാലനെ കൊന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ ഈ ഇസ്ലാമോഫോബിയുടെ, ഈ അറബ് ഫലസ്തീൻ വിരുദ്ധതയുടെ തിക്തഫലം അമേരിക്ക തന്നെ അനുഭവിക്കുകയാണ്. സഹോദരങ്ങളെ, അതാണ് ലോകത്ത് ഒരു ജനതയെ സംബന്ധിച്ചില്ലാത്ത ആരോപണങ്ങൾ കൃത്രിമമായിട്ട് കെട്ടിച്ചമച്ച് വിവിധ വേദികളിലൂടെ ആ കള്ളങ്ങൾ പുറത്തുവിട്ട് കഴിഞ്ഞാൽ ലോകത്ത് ഒരിടത്തും ഒരാൾക്കും സമാധാനത്തിൽ ജീവിക്കാൻ കഴിയില്ല എന്നതിന് അമേരിക്ക തന്നെ പിന്നീട് സാക്ഷിയായി എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ ഭയം ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ, കള്ളപ്രചരണങ്ങളുടെ ഒരു ഫലം അതാണ്. നമ്മൾ ഹിറ്റ്ലറുടെ, മുസോളിനിയുടെ ചരിത്രമൊക്കെ നമ്മൾ പറയാറുണ്ട്. ഫാസിസത്തെയും നാസിസത്തെയും സംബന്ധിച്ച് നമ്മൾ പറയാറുണ്ട്. പക്ഷേ അതിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ചില കാര്യങ്ങൾ സസൂക്ഷ്മം നമ്മൾ പഠിക്കണം. ഫാസിസത്തിന്റെയും നാസിസത്തിന്റെയും ചരിത്രം, എങ്ങനെയാണ് ഹിറ്റ്ലർ ഉണ്ടായത്, എങ്ങനെയാണ് മുസോളിനി ഉണ്ടായത്. 919 ഇറ്റാലിയൻ കവി ഡിയാൻസിയോയിലൂടെ വികസിച്ചു വന്ന യൂറോപ്പിലെ വെറുപ്പാണ് സഹോദരങ്ങളെ പിന്നീട് ഫാസിസമായും നാസിസമായും പരിണമിച്ചത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. 919 ഇറ്റാലിയൻ കവി ഡിയാൻസിയോ അദ്ദേഹം പ്രചരിപ്പിച്ച വെറുപ്പ്, അദ്ദേഹം കവി മാത്രമായിരുന്നില്ല, അദ്ദേഹം വലിയൊരു പ്രാസംഗികനായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ ഹിറ്റ്ലറും മുസോളിനിയുമെല്ലാം അവരുടെ ചെറുപ്പ കാലഘട്ടത്തിൽ അവരുടെ വീടിന്റെ വരാന്തയിൽ പോയിരിക്കും. കൊച്ചു കുഞ്ഞുങ്ങളായി അവര് ജീവിക്കുമ്പോൾ തന്നെ ഡിയാൻസിയോയുടെ പ്രസംഗം കേൾക്കാൻ ഹിറ്റ്ലറും മുസോളിനിയും കാതോർത്തിരിക്കും. ആ ഹിറ്റ്ലറെയും മുസോളിനിയെയും വളർത്തിയത്
ഡിയാൻസിയോയുടെ കള്ളപ്രചരണങ്ങളായിരുന്നു, ജൂതന്മാരെ കുറിച്ചുള്ള കള്ളപ്രചരണങ്ങൾ. അതുപോലെ വൃദ്ധരെ കുറിച്ചുള്ള, വികലാംഗരെ കുറിച്ചുള്ള കള്ളപ്രചരണങ്ങൾ ഹിറ്റ്ലറും മുസോളിനിയും നിരന്തരമായി നടത്തിയപ്പോ, ഡിയാൻസിയോ നിരന്തരമായി നടത്തിയപ്പോ അതിന്റെ പ്രൊഡക്ഷൻ ആയിരുന്നു ഹിറ്റ്ലറും മുസോളിനിയും. അതിന്റെ ഉൽപ്പന്നമായിരുന്നു ഫാസിസവും നാസിസവും എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഫലസ്തീൻ വിരുദ്ധതയുടെ, മുസ്ലിം വിരുദ്ധതയുടെ പേരിൽ ലോകത്ത് വെറുപ്പ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോ നമ്മുടെ ദൗത്യം എന്താണ് സഹോദരങ്ങളെ? ആ വെറുപ്പിനെ നമുക്ക് പ്രതിരോധിക്കേണ്ടതുണ്ട്. ആ വെറുപ്പിനെ നന്മ കൊണ്ട്, ആ വെറുപ്പിനെ സൗഹൃദത്തിന്റെ രാഷ്ട്രീയം കൊണ്ട് നമുക്ക് പ്രതിരോധിക്കണം. അതാ ഖുർആൻ പറഞ്ഞത്, വലാ തസ്തബിൽ ഹസനതു വലസയ്യിഅ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ ഫൈദല്ലദി ബൈനക വബൈനഹു അദാബത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹാ ഇല്ലാ ദൂ ഹള്ളിൻ അലീം. നന്മയും തിന്മയും തുല്യമാവുകയില്ല. തിന്മയെ നിങ്ങൾ ഏറ്റവും നല്ല നന്മ കൊണ്ടാണ് പ്രതിരോധിക്കേണ്ടത്. ഏറ്റവും നല്ല നന്മ കൊണ്ട് നിങ്ങൾ തിന്മയെ പ്രതിരോധിച്ചാൽ നിങ്ങൾക്കും നിങ്ങളോട് വിരോധമുള്ള ആളുകൾക്കുമിടയിൽ എന്തെന്നില്ലാത്ത മൈത്രി ബന്ധം രൂപപ്പെടുന്നതാണ്. ആ മൈത്രി ബന്ധം ക്ഷമയോടുകൂടി രൂപപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ചരിത്രപരമായ ദൗത്യം എന്ന് പറയുന്നത്. കള്ളപ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ആ കള്ളപ്രചരണങ്ങളെ ശക്തിപ്പെടുത്തുന്ന, തിന്മയെ തിന്മ കൊണ്ട് പ്രതിരോധിക്കുന്ന നിലപാടുകളല്ല, തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക. ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ക്രൂരമായ പൈശാചികമായിട്ടുള്ള പ്രചരണങ്ങൾ, അതിലുപരിയായിട്ടുള്ള കായികമായ ആക്രമണങ്ങൾ, ഒരു ഇസ്രായേലിന്റെ ശൈലി, അത് നമ്മുടെ നാട്ടിലും ആവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പലരുമുണ്ട്. രാജ്യത്ത് ഫാസിസ്റ്റുകൾ ആ ഒരു രാഷ്ട്രീയത്തെയാണ് പിന്തുണയ്ക്കുന്നത്. അവരെ കലാപം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു, അവരെ കുഴപ്പങ്ങൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ വിശ്വാസികളോട് പറയാണ്, നിങ്ങൾ യുദ്ധങ്ങളെ കെടുത്തിക്കളയേണ്ടുന്നവരാണ്. കുല്ലമാ ഔഖദു നാറൻ ലിൽ ഹർബ് അത്ഫഅഹ അല്ലാഹ്. അവരെ കലാപത്തിന് വേണ്ടി തീ കൊടുക്കുമ്പോഴെല്ലാം നിങ്ങളുടെ ദൗത്യമെന്ന് പറയുന്നത് ആ കലാപത്തെ കെടുത്തിക്കളയുക എന്നുള്ളതാണ്. കലാപം കൊണ്ട് ആരും ഒന്നും നേടാൻ പോകുന്നില്ല. നിർഭയത്വവും സമാധാനവുമാണ് ആവശ്യം. നോക്കൂ നിങ്ങൾ, ഫലസ്തീന്റെ മണ്ണിൽ നമ്മളെയൊക്കെ നമ്പരപ്പെടുത്തി എത്രയോ കാര്യങ്ങൾ ഉണ്ടായി. ഒരു കുഞ്ഞുമകൾ രാത്രിയിൽ ഇങ്ങനെ ബോംബിങ്ങിന്റെ ശോഭയിൽ ഇരുന്നു കൊണ്ട്, അതിന്റെ വെളിച്ചത്തിൽ ഇരുന്നു കൊണ്ട് അവരെഴുതിയ വസിയ്യത്ത്, മരണപത്രം ലോകത്തെ മുഴുവൻ വേദനിപ്പിച്ചു. ഹയ്യ എന്ന് പറയുന്ന ആ കുഞ്ഞുമോൾ അവരെഴുതുകയാണ്, മർഹബൻ അന ഹയ്യ. ആ കുഞ്ഞ് മരിച്ചു. ആ കുഞ്ഞ് മരിച്ച് കെട്ടിടങ്ങൾക്കിടയിൽ അവശിഷ്ടങ്ങൾ തിരയുമ്പോഴാണ് രക്ഷാപ്രവർത്തകർക്ക് ഒരു തുണ്ട് കിട്ടിയത്. ആ തുണ്ടിലാണ് ഒരു കുഞ്ഞിന്റെ വസിയ്യത്തുള്ളത്, മർഹബൻ അന ഹയ്യ. ഞാൻ ഹയ്യയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എഴുതുന്നു, എന്റെ മരണപത്രം എഴുതുകയാണ്. ജീവിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. നാളെ ഭൂമിയിൽ ഞാൻ ഉണ്ടാവുമെന്നോ ഉറപ്പില്ല. പൊന്നുമോൾക്ക് ഉറപ്പില്ല, ബാല്യത്തിലുള്ളവർക്ക് ഉറപ്പില്ല, കൊച്ചുകുട്ടികൾക്ക് ഉറപ്പില്ല. അതുകൊണ്ടാണ് മരണപത്രം എഴുതുന്നത്. ആ മരണപത്രത്തിൽ അവരെ പറയാണ് 80 ശക്കൽ. എൻ്റെ കയ്യിലുള്ള ആകെയുള്ള നാണയത്തുണ്ട് 80 ശക്കലാണ്. അത് എൻ്റെ ഉമ്മയ്ക്ക് കൊടുക്കണം. അത് ഇന്നാലിന്ന ആളുകൾക്ക്, എൻ്റെ കൂട്ടുകാരികൾക്കെല്ലാം വീതം വെച്ച് കൊടുക്കണം. എൻ്റെ കുഞ്ഞുടുപ്പുകൾ അത് ഇന്നാലിന്നവർക്കെല്ലാം കൊടുക്കണം. ഞാൻ മരിച്ചാൽ എൻ്റെ ചെരുപ്പ് നിങ്ങൾ പാവങ്ങൾക്ക് നൽകണം. എൻ്റെ ചെരുപ്പ് നിങ്ങൾ പാവങ്ങൾക്ക് കൊടുക്കുമ്പോൾ അത് കഴുകി കൊടുക്കണം, അത് വൃത്തിയാക്കി കൊടുക്കണം. നോക്കൂ നിങ്ങൾ, ബോംബിങ്ങിന്റെ ശോഭയിൽ, ആ രാത്രിയുടെ കൂരിരുട്ടിൽ ഒരു വെളിച്ചവും അവിടെയില്ല. വൈദ്യുതി നിലച്ചുപോയ പ്രദേശമാണ്. ആ കുഞ്ഞുമകൾക്ക് അത് എഴുതാൻ വെളിച്ചം ലഭിച്ചിട്ടുള്ളത് ബോംബിങ്ങിന്റെ വെളിച്ചമാണ്. ആ ബോംബിങ്ങിന്റെ വെളിച്ചത്തിൽ, ആ മിന്നലിലിരുന്നു കൊണ്ട് കുഞ്ഞുമോൾ എഴുതിയ ആ കടലാസ് തുണ്ട് വായിക്കുമ്പോ രക്ഷാപ്രവർത്തകരെ മാത്രമല്ല, മനുഷ്യത്വമുള്ള മുഴുവൻ ആളുകളും കരഞ്ഞു പോവുകയാണ്. സഹോദരങ്ങളെ, ഈ മനുഷ്യത്വരാഹിത്യം അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഇതാണ് ഉറക്കെ നമുക്ക് ലോകത്തോട് പറയാനുള്ളത്. തീർച്ചയായിട്ടും ജഗന്നിയന്താവായ പടച്ചതമ്പുരാൻ ഈ അക്രമം ഇഷ്ടപ്പെടുന്നില്ല.
വൈദാ തവല്ലാ സഅ ഫിൽ അർളി ലിയുഫ്സിദ ഫീഹാ വയുഹ്ലികൽ ഹർസ വന്നസ്ൽ വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അക്രമികൾക്ക് ഭൂമിയിൽ ആധിപത്യം ലഭിച്ചാൽ അവർ മനുഷ്യ തലമുറയെ കൊന്നുകളയും, അവരെ കാർഷിക വിളകളെ ഇല്ലാതാക്കി കളയും. അല്ലാഹു അരാജകത്വം ഇഷ്ടപ്പെടുകയില്ല. ആ ഒലിയുമരങ്ങളെ ചാമ്പലാക്കിക്കൊണ്ടിരിക്കുന്ന ജനത, കാർഷിക വിളകളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജനത, ആ മനുഷ്യ കുഞ്ഞുങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജനത, അവരുടെ ചെയ്തികളെ ജഗന്നിയന്താവായ നാഥൻ ഇഷ്ടപ്പെടുന്നില്ല. നാഥൻ മാത്രമല്ല, ലോകത്ത് മനുഷ്യത്വമുള്ള ആരും ഇഷ്ടപ്പെടുന്നില്ല. വൻശക്തികൾ, രാഷ്ട്രീയ നേതാക്കന്മാർ, ഭരണാധികാരികളിൽ പലരും അവരുടെ ഭരണപരമായ നേട്ടങ്ങളെ മാത്രം മുൻനിർത്തിക്കൊണ്ട് ഇസ്രയേലിന്റെ കൂടെ നിന്നുവെങ്കിൽ ലോകത്ത് വലിയ ജനകീയമായ പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. അറബ് രാജ്യങ്ങളെക്കാൾ കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ, അമേരിക്കയിൽ നമുക്കറിയാം, അതുപോലെ ബ്രിട്ടനിൽ, വിവിധ രാജ്യങ്ങളിൽ പ്രകടനം നടത്തുകയാണ്, പ്രതിഷേധങ്ങൾ. ഇസ്രയേലിനെതിരെ പ്രതിഷേധങ്ങൾ നടത്തുകയാണ്. ആരാ പ്രതിഷേധിക്കുന്നത്? മുസ്ലിങ്ങൾ മാത്രമല്ല, ക്രൈസ്തവ സഹോദരങ്ങൾ ധാരാളമാണ്. തീർന്നില്ല, ജൂതന്മാരുമുണ്ട്. സഹോദരങ്ങളെ, വാഷിംഗ്ടണിലെ ഒരു ജൂത പ്രതിഷേധത്തിൽ വെച്ച്, ഇസ്രയേലിനെതിരെയുള്ള പ്രതിഷേധത്തിൽ വെച്ച് അവരെ പറയാണ്, ഞങ്ങൾ ജൂതന്മാർക്ക് വേണ്ടി നിങ്ങൾ ഈ ക്രൂരതകൾ ചെയ്യണ്ട. വാഷിംഗ്ടണിലെ ജൂതന്മാർ അവരുടെ പ്രതിഷേധത്തിൽ വെച്ച് പ്രഖ്യാപിക്കുകയാണ്, രാമല്ലയിലെ ക്രൈസ്തവ പുരോഹിതന്മാർ ഇസ്രയേലിനെതിരെ അണിനിരന്നുകൊണ്ട് ശക്തമായ പ്രതിഷേധം നടത്തുകയാണ്. തീർച്ചയായും ഖുദ്സിന്റെ മോചനം, ഫലസ്തീന്റെ മോചനം ഇന്നല്ലെങ്കിൽ നാളെ സാധ്യമാവും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 6 കാര്യങ്ങൾ അന്ത്യദിനത്തിന്റെ മുമ്പ് സംഭവിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൗതി സുമ്മ ഫത്ഹു ബൈത്തുൽ മഖ്ദിസ്, എന്റെ മരണം സംഭവിക്കും. എന്റെ മരണം എത്രമാത്രം വലിയ യാഥാർത്ഥ്യമാണോ അതുപോലെയുള്ള യാഥാർത്ഥ്യമാണ് ഖുദ്സിന്റെ മണ്ണ് വിമോചിതമാവും. ഇസ്ലാമിക സമൂഹത്തിന്റെ ഒന്നാമത്തെ ഖിബ്ല, അതുപോലെ തന്നെ തീർത്ഥാടനം പുണ്യമാക്കപ്പെട്ട ഭവനങ്ങളിൽ 3ാമത്തെ പള്ളി, ഈ മഹത്വങ്ങളെല്ലാമുള്ള ഇസ്രായിന്റെയും മിഅ്റാജിന്റെയും മണ്ണ്, അതാണ് ബൈത്തുൽ മഖ്ദിസിന്റെ മണ്ണെന്ന് പറയുന്നത്. ആ മണ്ണ് വിമോചിതമാവും. പക്ഷേ ആ വിമോചനം സംഭവിക്കുന്നതിന്റെ മുമ്പ് ചില രക്തസാക്ഷിത്വങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് അത് ദൈവം തമ്പുരാന്റെ തീരുമാനമാണ്. അങ്ങനെയാണ് ഏത് വിജയവും നേടിയെടുക്കുന്നതിന്റെ മുമ്പ് നിരവധി ത്യാഗങ്ങൾ അതിന്റെ മുന്നോടിയായിട്ട് അനുഭവിക്കേണ്ടി വരും. അത് ഖുർആനും പറഞ്ഞതാണ്, മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ ആഹദുല്ലാഹ അലൈഹി വമിൻഹും മൻ ഖദാ നഹ്ബഹു വമിൻഹും മൻ യൻതളിർ വമാ ബദ്ദലൂ തബ്ദീലാ. മിനൽ മുഅ്മിനീന റിജാലുൻ, സത്യവിശ്വാസികളിൽ ചിലരുണ്ട്, സദഖൂ മാ ആഹദുല്ലാഹ അലൈഹി, അല്ലാഹുവോട് അവർ ചെയ്ത വാഗ്ദാനങ്ങൾ അവരെ പാലിക്കുകയാണ്. വമിൻഹും മൻ ഖദാ നഹ്ബഹു വമിൻഹും മൻ യൻതളിർ, അവരിൽ തങ്ങളുടെ നേർച്ചകൾ പൂർത്തീകരിച്ചവരും അവരിൽ ഇനിയും കാത്തു നിൽക്കുന്നവരുമുണ്ട്. രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം അതവർക്ക് അങ്ങേയറ്റം വേദനയുണ്ടാക്കുന്ന കാര്യമല്ല. ലോകത്തെ ഏതൊരു മനുഷ്യ ജനവിഭാഗത്തെയും സംബന്ധിച്ചെന്ന പോലെ ഉറ്റവർ മരണപ്പെട്ടു പോകുമ്പോ അത് മനുഷ്യരിൽ അവർ കരഞ്ഞു പോകും, സങ്കടപ്പെട്ടു പോകും. അവരും മനുഷ്യരാണ് ഫലസ്തീനികൾ. അതുകൊണ്ട് ഈ സങ്കടമുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ അവർ യഥാർത്ഥത്തിൽ എല്ലാറ്റിനേക്കാളും സ്നേഹിക്കുന്ന ആ ബൈത്തുൽ മഖ്ദിസിന്റെ മണ്ണ് അവർക്ക് ഭക്ഷണത്തെക്കാൾ പവിത്രമായ മണ്ണാണ്. ആ മണ്ണിന്റെ വിമോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് അവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ അവർ മരണപ്പെടുമ്പോൾ അവർക്ക് സങ്കടമില്ല. അവരെ ദൈവം തമ്പുരാന്റെ അടുക്കൽ ജീവിച്ചിരിപ്പുള്ളവനാണ്. ഖുർആൻ പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ അടുക്കൽ പറവകളെ പോലെ പറന്നു നടക്കുകയാണ് രക്തസാക്ഷികൾ. സഹോദരങ്ങളെ, ഇവിടെ ഇതാ ഒരു ഇടവേളയിൽ 4 ദിവസത്തെ വെടിനിർത്തൽ ആഗതമായിരിക്കുന്നു. പക്ഷേ നമ്മുടെ പ്രാർത്ഥന, ഫലസ്തീൻ പക്ഷത്ത് നിൽക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ 4 ദിവസം മാത്രമായി അത് ചുരുങ്ങാതെ ശാശ്വതമായ ഒരു സമാധാനം ഉണ്ടാവണം. ശാശ്വതമായ സമാധാനത്തിന് വേണ്ടിയാണ് എല്ലാവരും ആഗ്രഹിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ പറയാണ്, വയൻ ജനഹൂലിസ്സലമി വയൻ ജനഹൂലിസ്സൽമി ഫജ്നഹ ലഹാ വതവക്കൽ അലല്ലാഹ് ഇന്നഹു ഹുവസ് സമീഉൽ അലീം. അവർ സമാധാനത്തിന് വേണ്ടി തുനിയുകയാണെങ്കിൽ നിങ്ങളും സമാധാനത്തിന് വേണ്ടി തുനിയണം.
നിങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണം. നിശ്ചയം അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അള്ളാഹു എല്ലാം അറിയുന്നവനുമാണ്. അവരെ ചതിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവരെ ചതിക്കും എന്നുള്ള മുൻധാരണയിൽ ശരിയാണ്. ചതിയുടെ വലിയ ചരിത്രം ഇസ്രയേലിനുണ്ട് എന്ന് കരുതി സന്ധി സംഭാഷണങ്ങൾ വേണ്ടെന്ന് വെക്കണ്ട, സമാധാന ശ്രമങ്ങൾ വേണ്ടെന്ന് വെക്കണ്ട. അവരെ ചതിക്കുകയാണെങ്കിൽ നിശ്ചയം നിങ്ങൾക്ക് അല്ലാഹു മതി. അല്ലാഹുവാണ് നിങ്ങളെ സഹായിച്ചത്. വിശ്വാസികളെ കൊണ്ട്, ലോകത്തെ നല്ല മനുഷ്യരെ കൊണ്ട്, നിങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് നിങ്ങളെ സഹായിച്ചത് പടച്ചവനാണ്. ആ പടച്ചവൻ നിങ്ങളെ പിന്തുണക്കും എന്ന വലിയ പ്രതീക്ഷയിൽ തന്നെ സമാധാന ശ്രമങ്ങളുടെ പക്ഷത്ത് നിങ്ങൾ നിൽക്കണം. സമാധാനമാണ് ആത്യന്തികമായി ലോകത്തെല്ലാ മതങ്ങളും ആഗ്രഹിക്കുന്നത്. ഓം ശാന്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഓം ശാന്തി നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളുടെ പ്രാർത്ഥനയാണ്. സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. ലോക സമസ്ത സുഖിനോ ഭവന്തു. ലോകത്തിന് മുഴുവനും സമാധാനവും സുഖവും ഉണ്ടാവട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ക്രൈസ്തവ സഹോദരങ്ങളുടെ നമ്മളെ പഠിപ്പിച്ച അതിമനോഹരമായ മന്ത്രം അസ്സലാമു അലൈക്കും. നിങ്ങൾക്ക് സമാധാനമുണ്ടാവട്ടെ. സമാധാനത്തിലേക്കാണ് അല്ലാഹു ക്ഷണിക്കുന്നത്. ഖുർആൻ പറയാണ്, വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ് അല്ലാഹു ക്ഷണിക്കുന്നത്. സഹോദരങ്ങളെ, ഈ കരാർ അതിന്റെ ശരിയായ അർത്ഥത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ, വീഴ്ച വരുത്താതെ പ്രാവർത്തികമായാൽ എല്ലാവർക്കും ഫലപ്രദമാണെന്നുള്ളതാണ്. എല്ലാവർക്കും ഫലപ്രദമാണ്. ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം ധാരാളം കുഞ്ഞുങ്ങൾ മരിച്ചു പോയിട്ടുണ്ട് എന്നതോടൊപ്പം ധാരാളം കുഞ്ഞുങ്ങൾ ഇസ്രയേലിന്റെ തടവറയിൽ അന്യായമായി കഴിഞ്ഞുകൂടുകയാണ്. അവർക്കൊരു മോചനം ആവശ്യമാണ്. ഇസ്രയേൽ അന്യായമായി തടവറയിലാക്കിയിട്ടുള്ള യുവതികൾ, യുവാക്കൾ, കുഞ്ഞുങ്ങൾ, ഇവർക്കൊരു മോചനം. അതോടൊപ്പം തന്നെ ഹമാസ് ആഗ്രഹിക്കാതെ ഹമാസിന്റെ കൈവശമുള്ള കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ, അവർക്കും ഒരു മോചനം ആവശ്യമാണ്. ഈ രണ്ടും സാധ്യമാവുകയാണ് ഈ സമാധാന കരാറിലൂടെ. അതുകൊണ്ട് സമാധാനം ലോകത്ത് നിലനിൽക്കുമാറാവട്ടെ. പശ്ചിമേഷ്യയിൽ പടച്ചവനെ സമ്പൂർണമായ ശാശ്വതമായ സമാധാനം എന്നെന്നും നീ നിലനിർത്തണമേ തമ്പുരാനെ. ലോകത്തുടനീളം നീ സമാധാനം നിലനിർത്തണമേ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഫലസ്തീൻ മക്കൾ നമുക്കെന്നും പാഠമാണ്. ഫലസ്തീൻ നമുക്കൊരു പാഠശാലയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പോരാളികളുടെ മാത്രം പാഠശാലയല്ല ഫലസ്തീൻ എന്ന് പറയുന്നത്. ഫലസ്തീൻ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിലും വലിയ പാഠശാലയാണ്. ഫലസ്തീൻ മക്കൾ, അവരെ എങ്ങനെയാണ് അവരുടെ മാതാക്കൾ വളർത്തുന്നത് എന്ന് വലിയൊരു ഗ്രന്ഥകാരൻ, കുടുംബ വിഷയങ്ങളിലെല്ലാം നിരവധി രചനകൾ നടത്തുന്ന ഡോക്ടർ ജാസിം അൽ മുത്തവ്വ എന്ന് പറയുന്ന കുവൈത്തിലെ ഗ്രന്ഥകാരൻ പറയുന്നുണ്ട്, ഫലസ്തീനിലെ മക്കൾ അവരെ എങ്ങനെയാണ് അവരുടെ മാതാക്കൾ വളർത്തുന്നത്. തീർച്ചയായും നമുക്കെല്ലാവർക്കും അതിൽ പാഠമുണ്ട്. ഫലസ്തീൻ മക്കളുടെ യഥാർത്ഥ വിദ്യാകേന്ദ്രം അവരുടെ മാതാക്കളാണ്. അവരുടെ യഥാർത്ഥത്തിലുള്ള പാഠശാല അവരുടെ മാതാക്കളാണ്. അപ്പൊ സ്കൂളുകളില്ലേ, മദ്രസകളില്ലേ? ശരിയാണ്. നമ്മളെപ്പോലെ ഏറ്റവും നല്ല സ്കൂൾ തെരഞ്ഞു നടക്കാനൊന്നും അവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് അവർ ഉള്ള സ്കൂളുകളിൽ വിടും, അടുത്തുള്ള സ്കൂളുകളിൽ. പക്ഷെ അതുകൊണ്ട് മാത്രം അവരുടെ കുഞ്ഞുങ്ങളുടെ ശിക്ഷണം അവർ അവസാനിപ്പിക്കുന്നില്ല. കുഞ്ഞുങ്ങളുടെ ശിക്ഷണത്തിന് അവർ വലിയ പ്രാധാന്യം കൊടുക്കുന്നു. വിശുദ്ധ ഖുർആൻ പാരായണം, തക്ബീറുകൾ, പ്രാർത്ഥന എന്നിവയിലൂടെ എങ്ങനെയാണ് നിർഭയത്വം കൈവരിക്കുവാൻ സാധിക്കുന്നതെന്ന് അവരെ പരിശീലിപ്പിക്കുകയാണ്. മക്കളെ പരിശീലിപ്പിക്കുകയാണ്. മക്കളെ ചെറുപ്പത്തിൽ തന്നെ സ്വന്തത്തോട്, സഹോദരങ്ങളോട്, കുടുംബത്തോടുള്ള ഉത്തരവാദിത്തം എങ്ങനെയാണ് നിറവേറ്റേണ്ടത്, നിനക്ക് നിന്നോടുള്ള ഉത്തരവാദിത്തം എന്താണ്, നിന്റെ സഹോദരനോടുള്ള ഉത്തരവാദിത്തം എന്താണ്, നിന്റെ കുടുംബത്തോടുള്ള ഉത്തരവാദിത്തം എന്താണ്, മക്കളെ പഠിപ്പിക്കുകയാണ്. ജാസിം അൽ മുത്തവ്വ അദ്ദേഹം നടത്തുന്ന ഒരു പ്രയോഗമുണ്ട്. ഫലസ്തീനിലെ മാതാപിതാക്കളുടെ ശിക്ഷണവുമായി, കുഞ്ഞുങ്ങളെ വളർത്തലുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയാണ്, ആഹാര പാനീയങ്ങളെക്കാൾ അക്സയോടും ഫലസ്തീനോടുമുള്ള സ്നേഹത്താൽ അവർ മക്കളെ ഊട്ടി വളർത്തുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഈ കുഞ്ഞുങ്ങൾ എത്രയോ രക്തസാക്ഷിയായി. പക്ഷേ ഇപ്പോഴും ആ ജനത ചിരിക്കുന്നു എന്നുള്ളതാണ്. അവരെത്രത്തോളം തങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം
ബന്ദികൾ ഇസ്രായേലിന്റെ തടവറയിൽ നിന്ന് വരുമ്പോ ആ മാതാക്കൾ മക്കളെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കാണുന്നു. യുവതികളായ മക്കളെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിക്കുന്നത് നമ്മൾ കാണുന്നു. അവരുടെ മക്കളോടുള്ള സ്നേഹമാണ്. പക്ഷേ ഒരു വശത്ത് മക്കൾ മരിച്ചുപോയപ്പോഴും ആ ജനത അവരെ എല്ലാം കൊണ്ടും തളർന്നു പോകുന്നില്ല, പിടിച്ചു നിൽക്കുകയാണ്. അവരെ അതിജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്താണ്? അവരുടെ മാതാക്കളിൽ നിന്ന് അവർ നേടിയിട്ടുള്ള ശിക്ഷണമാണ്. ഫലസ്തീൻ മക്കളുടെ ഈ ധീരത എവിടെ നിന്ന് കിട്ടി എന്ന് പഠിച്ചുകൊണ്ട് ചില ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്ന ഒരു വർത്തമാനകാലത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ആർജവം എവിടെ നിന്ന് കിട്ടി? എല്ലാം നഷ്ടപ്പെടുമ്പോഴും ധീരതയോടെ, ധൈര്യത്തോടെ, ചങ്കൂറ്റത്തോടെ വീണ്ടും നിലപാടിൽ മുന്നേറാൻ ഖുർആൻ പറഞ്ഞതുപോലെ വമാ ബദ്ദലൂ തബ്ദീല, ഈ പരീക്ഷണങ്ങൾക്കൊക്കെ അവരിരയായപ്പോഴും നിലപാടുകളിൽ യാതൊരു മാറ്റവും വരുത്താതെ സ്വതന്ത്ര ഫലസ്തീൻ ആശയം സാക്ഷാത്കരിക്കാതെ ഞങ്ങൾ പിന്മാറില്ലെന്ന ആർജവത്തോടു കൂടി പറയാൻ ആ ജനതയെ പ്രേരിപ്പിക്കുന്ന ധീരത അവർക്ക് എവിടെ നിന്ന് കിട്ടി? അത് ദൈവം തമ്പുരാൻ അവർക്ക് നൽകിയ ധൈര്യമാണ്, ദൈവം തമ്പുരാനിലുള്ള പ്രതീക്ഷയാണ്. ആ ദൈവത്തെ പഠിച്ച്, അള്ളാഹുവെ പഠിച്ച്, ഖുർആൻ പഠിച്ചുകൊണ്ട് ചിലർ ഇസ്ലാം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന വർത്തമാനകാലത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, തീർച്ചയായിട്ടും നമ്മുടെ സന്താനങ്ങളെ ശരിയായ ശിക്ഷണത്തിൽ നമ്മൾ വളർത്തണം. അവർക്ക് ധീരന്മാരാവേണ്ടുന്ന ഘട്ടങ്ങളിൽ ധീരന്മാരാവാൻ സാധിക്കണം. അവർക്ക് സ്നേഹിക്കേണ്ടുന്ന ഘട്ടങ്ങളിൽ സ്നേഹിക്കാൻ കഴിയണം. ജാതി മത വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരെയും സ്നേഹിക്കുന്ന സൗഹൃദത്തിന്റെ നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകുന്ന അതേ അവസരം തന്നെ ഏകാധിപത്യത്തോട്, ഫാസിസത്തോട് ഒരു നിലക്കും സന്ധിയാവാത്ത ഒരു തലമുറയായി നമ്മുടെ വരും തലമുറ, നമ്മുടെ മക്കൾ, നമ്മുടെ വീടകങ്ങളിൽ വളരുന്ന മക്കൾ മാറണമെങ്കിൽ സഹോദരങ്ങളെ, ഈ ഐക്യദാർഢ്യ സംഗമത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ മാറിയത് കൊണ്ട് മാത്രമായില്ല, ഫലസ്തീനിലെ ഉമ്മമാർ അവരുടെ മക്കളെ വളർത്തുന്നത് പോലെ തികഞ്ഞ ജാഗ്രതയോടുകൂടി നമ്മുടെ മക്കളെ വളർത്താൻ നമുക്കും സാധിക്കേണ്ടതുണ്ട്, നമുക്കും കഴിയേണ്ടതുണ്ട്. ജാസിമുൽ മുത്തവ്വ പറയാൻ, അദ്ദേഹത്തിന്റെ 1-2 വർത്തമാനങ്ങൾ പറഞ്ഞു ഉടൻ അവസാനിപ്പിക്കാം. അദ്ദേഹം പറയാണ്, ഈ പോരാളികൾ വളർന്നു വന്നത് ആ മാതാക്കളുടെ ശിക്ഷണത്തിന്റെ ഫലമാണ്. അദ്ദേഹം പറയാണ്, അതല്ലാതെ മക്കളെ ഏതെങ്കിലും വേലക്കാരിയുടെ അടുത്താക്കി മാതാപിതാക്കൾ മക്കളുടെ കാര്യം ഒട്ടും ശ്രദ്ധിക്കാതെ കോഫി ഷോപ്പുകളിൽ കയറി ഇറങ്ങിയിരുന്നുവെങ്കിൽ, അതല്ലെങ്കിൽ മക്കളെ ഇലക്ട്രോണിക് ഗെയിമുകളുടെ മായാ ലോകത്തേക്ക് തള്ളിവിട്ടുകൊണ്ട് അവരുടെ കാര്യമൊന്നും ചിന്തിക്കാതെ മാതാപിതാക്കൾ കറങ്ങി നടന്നിരുന്നുവെങ്കിൽ ഫലസ്തീൻ ജനതയ്ക്ക് അതിജീവനം സാധ്യമായിരുന്നില്ല. ഇസ്രായേൽ എന്ന് പറയുന്ന ലോകശക്തിയുടെ മുമ്പിൽ എങ്ങനെ ഈ കൊച്ചു പ്രദേശം പിടിച്ചു നിന്നു? ലോകം പഠിക്കുകയാണ്. ചില ആളുകൾ പറയാണ് ഇത് ലോക മഹാത്ഭുതങ്ങളിൽ ഒന്നാണ്. ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു ചിലന്തി വല മാത്രമാണെന്ന് ഖാലിദ് മിഷാൽ എന്ന് പറയുന്ന ഫലസ്തീൻ പോരാളി വന്നുകൊണ്ട് ലോകത്തോട് പറയാൻ, ഇസ്രായേൽ ഒരു വലിയ ശക്തിയായിട്ട് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ, ലോകത്തെ 6ാമത്തെ സൈനിക ശക്തിയായി, ലോകത്ത് ഒരുപാട് ആയുധങ്ങൾ ശേഖരിച്ചിട്ടുള്ള ശക്തിയായി ലോകത്താരെങ്കിലും ഇസ്രായേലിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ, ലോകത്ത് ഏത് ശക്തിയും ആർജവത്തിന്റെ മുമ്പിൽ തകർന്നു പോകുമെന്ന വലിയ പാഠമാണ് ഞങ്ങൾ ഈ പോരാട്ടത്തിലൂടെ ലോകത്തെ പഠിപ്പിച്ചതെന്ന് ഖാലിദ് മിഷാൽ എന്ന് പറയുന്ന ഹമാസിന്റെ പോരാളി വന്നുകൊണ്ട് ലോകത്തോട് പറയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹം പഠിപ്പിക്കണം. എങ്ങനെയാണ് നമ്മുടെ അയൽക്കാരെ ജാതിമത വ്യത്യാസങ്ങളില്ലാതെ സ്നേഹിക്കേണ്ടത് എന്നത് നമ്മൾ പഠിപ്പിക്കണം. അതുപോലെ നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം. ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ തിരുത്താൻ ഉദ്ദേശിക്കുന്ന, ഭരണഘടനയെ തിരുത്തിക്കൊണ്ട് വംശീയരാഷ്ട്രം സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ആ രാഷ്ട്രീയത്തിന്റെ മുമ്പിൽ ഒരു നിലക്കും പൊന്നുമോനെ നീ കീഴടങ്ങരുത്, ആർജവത്തോടുകൂടി ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രീയം നിന്റെ മരണം വരെ ഉറക്കെ പറയാൻ നിനക്ക് സാധിക്കണം എന്ന് നമ്മുടെ മക്കളെ ധീരമായി പഠിപ്പിക്കാൻ ഫലസ്തീനിലെ മാതാപിതാക്കൾക്ക് സാധ്യമാവുന്നത് പോലെ നമുക്കും സാധ്യമാവണം.